ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 7-ലെ 7ാം ക്ലാസ്സിലെ ഗണിതമാണ് കേട്ടോ. അതിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ, കാണാത്തവർ. ദെൻ ഭിന്നപ്പരപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഭിന്നപ്പരപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഭിന്നപ്പരപ്പ് എന്നുള്ളത് ചതുരങ്ങളുടെ പരപ്പളവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ എങ്ങനെയാണ്? നീളം ഇൻറ്റു വീതി അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും ഉള്ളൊരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, 5 സെന്റിമീറ്റർ ആണ് നീളം അല്ലെ, വീതി 3 സെന്റിമീറ്ററും. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവിന്റെ സമവാക്യം എന്താണ്? നീളം ഇൻറ്റു വീതി അല്ലെ. അപ്പൊ നീളം 5 ആണെങ്കിൽ 5 ഇൻറ്റു വീതി എത്ര? 3 അല്ലെ. 5 ഇൻറ്റു 3 15 അല്ലെ. 15 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ത് ഈ ഇതിന്റെ പരപ്പളവ്, ഈ ചതുരത്തിന്റെ പരപ്പളവ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു വശം 5 സെന്റിമീറ്ററും മറ്റേത് 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ, വീതി 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഇതിങ്ങനെ നമ്മൾ കാണുക ഇതിന്റെ പരപ്പളവ് അല്ലെ. അതായത് ചതുരത്തിന്റെ പരപ്പളവ് സമം എന്താ, നീളം ഇൻറ്റു വീതി അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം, 5 ഇൻറ്റു 1.5 അല്ലെ. അപ്പൊ 5 ഇൻറ്റു 1.5 കാണേണ്ട എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ, നമ്മളെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ 5 ഇൻറ്റു 1.5 കാണുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ 5 ഇൻറ്റു 1.5 അല്ലെ. അപ്പൊ നമുക്ക് എന്താ, 5 ഇൻറ്റു 1.5 5 ഇൻറ്റു 1.5 എങ്ങനെ എഴുതാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? അവിടെ അല്ലെ, അത് സൈഡത്തെ രണ്ടും ഗുണിക്കുക അല്ലെ. അപ്പൊ 1 ഇൻറ്റു 2 2 പ്ലസ് മുകളിലത്തെ കൂട്ടുക 3. അപ്പൊ 3 ബൈ എന്താണ് താഴെയുള്ള ഈ സംഖ്യ അല്ലെ 2. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 15. 5 ഇൻറ്റു 3 എന്താ? 15 അല്ലെ. 15 ബൈ 2 അല്ലെ. 15 ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള അല്ലെ. 15 ഹരിക്കണം 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 15 ഹരിക്കണം 2 കിട്ടിയാൽ 7 2 14 അല്ലെ. 7 2 14 അപ്പൊ എന്താണ്, 5 4 പോയ 1 അല്ലെ. അപ്പൊ ഇനി ഇതിലെങ്ങനെ എഴുതാ? മുകളിലത്തെ സംഖ്യ നമ്മൾ എന്താക്കുക, ആദ്യം ഉണ്ട് അല്ലെ. മുകളിലത്തെ സംഖ്യ എന്താ? 7 അല്ലെ. 7 എഴുതുക. ഇനി നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ താഴെ ശിഷ്ടം എഴുതുക. പിന്നെ ഈ സൈഡ് എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ഹരിച്ചത് അത് എഴുതുക അല്ലെ. അപ്പൊ 2 അല്ലെ. അപ്പൊ 7 ബൈ 2 ആണ് എന്ത്? 7 1 ബൈ 2 അല്ലെ. 7 ആണ് എന്ത് ഈ വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ 1 സെന്റിമീറ്ററുമായ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 7 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. 7 ചതുരശ്ര സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. എന്താ? ഓക്കെ, ദെൻ വശങ്ങളുടെ നീളം 1/2 സെന്റിമീറ്ററും 1/3 സെന്റിമീറ്ററുമായ ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണക്കാക്കുക? അപ്പൊ എന്താണ്, ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. അത് ചെയ്യാം നമുക്ക്. അപ്പൊ എന്താണ്, നീളം എത്രയാണ്? 1/2 അല്ലെ. അപ്പൊ നീളം 1/2 വീതി 1/3 അല്ലെ. അപ്പൊ ഇത് 2 നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പൊ 1/2 ഇൻറ്റു 1/3 ചെയ്യാം. അപ്പൊ 1/2 ഇൻറ്റു 1/3 ചെയ്താൽ എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു 1/3 അല്ലെ. അതാണ് നീളം ഇൻറ്റു വീതി. നീളം 1/2 വീതി 1/3 ആയിരിക്കും. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് സമം 1/2 ഇൻറ്റു 1/3. ഇനി മുകളിലത്തെ രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലെ. അപ്പൊ 1 ഇൻറ്റു 1 എത്രയാ? 1 ബൈ 2 ഇൻറ്റു 3 എത്രയാ? 6 അല്ലെ. അപ്പൊ 1/6 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? 1/2 സെന്റിമീറ്റർ 1/3 സെന്റിമീറ്റർ ആയിട്ടുള്ള ചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. ഇനി വശങ്ങളുടെ നീളം 1/3 സെന്റിമീറ്ററും വശങ്ങളുടെ നീളം 1/3 സെന്റിമീറ്റർ 1/5 സെന്റിമീറ്റർ ആയ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി അല്ലെ. അപ്പൊ 1/3 ഇൻറ്റു 1/5 അല്ലെ. അപ്പൊ 1/3 ഇൻറ്റു 1/5 ആയിരിക്കും 1 ഇൻറ്റു 1 1 ബൈ 3 ഇൻറ്റു 5 പറഞ്ഞാൽ 15. അപ്പൊ എന്താണ്? 1/15. ഓക്കെ, ദെൻ ഇനി ഇവിടെ പറഞ്ഞത് 5.5 സെന്റിമീറ്റർ നീളവും 1/3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. നീളം 5.5 തന്നിട്ടുണ്ട്, വീതി 1/3 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് സമം എന്താണ്? നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പൊ 5.5 ഇൻറ്റു 3 1/3 അല്ലേ. നമുക്കറിയാം രണ്ടും മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താ, സാധാ ഭിന്നത്തിലേക്ക് മാറ്റണം. എന്നിട്ട് എന്താക്കുക, ഗുണിക്കുക അല്ലേ. അപ്പോൾ 10ഉം 11 ഇത് രണ്ടും ഗുണിക്കുക അല്ലേ. 5 × 2 എത്രയാണ്? 10. 10നോട് 1 കൂട്ടിയാൽ 11 അല്ലേ.
അപ്പോൾ 11/2 ഇൻറ്റു 3 × 3 9. 9 കൂട്ടിയാൽ 10 അല്ലേ. 10/3. ഓക്കെ, 10/3. ദെൻ ഇതിങ്ങനെ ചെയ്യാം. നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ഇവിടെ നടത്താം അല്ലേ. ഇവിടെ 2 എത്ര 2 ഉണ്ട്? 1. 10 എത്ര 2 ഉണ്ട്? 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ 11 × 5/1 × 3 അല്ലേ. അപ്പോൾ 11 × 5 എത്രയാണ്? 55 അല്ലേ. അപ്പോൾ 55/3. ഓക്കെ, 55/3. ഇനി 55/3 നമ്മൾ ഹരിക്കുക. അപ്പോൾ 55/3 ഹരിച്ചാൽ എത്ര കിട്ടുക നമുക്ക്? 55 ഹരിക്കണം 3 1 അല്ലേ. 3 ഇപ്പോൾ എത്രയാണ്? 5 ന് 3 പോയാൽ 2 25. ഇനി 25 എത്ര 3 ഉണ്ട്? 8 3 24 അല്ലേ. 8 3 24. അപ്പം 24 കുറച്ചാൽ എത്രയാ? 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെങ്ങനെ എഴുതാം? 18 പിന്നെ ഈ മോളത്തെ ആദ്യം എഴുതുക അല്ലേ. പിന്നെ നടുക്കൊരു വര വരച്ചിട്ട് പിന്നെ ശിഷ്ടം എത്രയാണ്? 1 കിട്ടിയത്. 1 പിന്നെ ഈ 3. അപ്പോൾ 18 1/3 ചതുരശ്ര സെൻറ്റിമീറ്ററിലേക്ക് എന്ത്? ഈ ചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, ദെൻ അടുത്തെന്താ? കണ്ടില്ലേ? 18 1/3 കിട്ടി, കണ്ടില്ലേ? അപ്പോൾ പരപ്പളവ് 18 1/3. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ് ഇവിടെ വരുന്നത് നോക്കിയേ. ഈ കണക്കുകൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിൻ്റെയും പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും അറിയെങ്കിൽ നമുക്ക് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പോൾ നീളവും വീതിയും തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്നിൻ്റെ നീളം 3.4 സെൻറ്റിമീറ്ററും മറ്റേത് 4.5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് സമം നമുക്ക് എങ്ങനെ എഴുതാം? 3.4 ഇൻറ്റു അല്ലേ. 3.4 ഇൻറ്റു 4 1/2 അല്ലേ. 4 1/2. ഓക്കെ, ഇതിലിനി നമുക്ക് എങ്ങനെ ചെയ്യാം? മിക്സ്ഡ് ഭിന്നാണ് അല്ലേ. ഇത് സാധാ ഭിന്നത്തിലേക്ക് ആക്കുക. അപ്പോൾ ഇതിൽ സൈഡത്തെ 2 ഗുണിക്കുക അല്ലേ. എന്നിട്ട് മുകളിലത്തെ കൂട്ടുക, അതോടെ എഴുതുക. എന്നിട്ട് ബൈ അടിയത്തെ എഴുതുക. അപ്പോൾ 3 × 4 12. 12 1 കൂട്ടിയാൽ 13 അല്ലേ. 13/4. ഓക്കെ, ഇൻറ്റു ഇതിന് 4 × 2 8. 8 1 കൂട്ടിയാൽ എത്രയാണ്? 9. ഓക്കെ, 9/2. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഗുണിക്കുക അല്ലേ. മുകളിലത്തെ തമ്മ ഗുണിക്കുക, ബൈ അടിയത്തെ തമ്മ ഗുണിക്കുക അല്ലേ. അപ്പോൾ 13 × 9 എത്രയാണ്? അപ്പോൾ 117/4 × 2 എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 117/8. അപ്പോൾ 117 നമുക്ക് എന്താക്കുക? ഇനി ഹരിക്കുക അല്ലേ. അപ്പോൾ 117 ഡിവൈഡഡ് ബൈ 8 എത്രയാ? 11 എത്ര 8 ഉണ്ട്? 1 അല്ലേ. അപ്പം 11 8 കുറച്ച് എത്ര? 3 7 അല്ലേ. ഈ 7 ഇറക്കി ഇതാണ്. ഇനി 37 എത്ര 8 ഉണ്ട്? 4 അല്ലേ. 4 8 32. ഓക്കെ, ഇനി 7 2 പോയാൽ 5 3 പോയാൽ 0 അല്ലേ. അപ്പം 5. അപ്പോൾ ഇതിലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതുക? ഈക്വൽ ടു മോൾത്തത് അല്ലേ. കോഷ്യൻ്റെ ആദ്യം എഴുതുക. അപ്പോൾ 14 പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. എന്നിട്ട് ഈ ശിഷ്ടം ഇവിടെ മുകളിൽ എഴുതുക. പിന്നെ ഈ എന്തിനോടാണ് നമ്മൾ ഹരിച്ചത് അത് താഴെ എഴുതുക അല്ലേ. അപ്പോൾ 14 5/8 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് എന്ത്? ഈ 3.4 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്ററുമായ നീളം വീതിയുള്ളൊരു ചതുരത്തിൻ്റെ പരപ്പളവ് 14 5/8 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. 5 1/3 മീറ്ററും 6 3/4 മീറ്ററുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ പരപ്പളവ് സമം 5 1/3 ഇൻറ്റു 6 3/4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് സമം 5 1/3 ഇൻറ്റു എന്താണ് 6 3/4 അല്ലേ. ഓക്കെ, ഇനിയോ 5 ഇതിനെ നമ്മൾ എന്താക്കുക? ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനെ സാധാ ഭിന്നത്തിലേക്ക് മാറ്റണം ആദ്യം അല്ലേ. അപ്പോൾ 5 × 3 15. 15 × 1 16/3 16/3 ഇൻറ്റു
ഇതിനെ എങ്ങനെ എഴുതുക? 6 4 24, 24നോട് 3 കൂട്ടി എത്രയാ? 27/4 അല്ലേ? ഇത് നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തിയൂടെ? 16ലും 4ലും അല്ലേ? 16ൽ എത്ര 4 ഉണ്ട്? 4 വട്ടം അല്ലേ? 4ൽ എത്ര 4 ഉണ്ട്? 1 അല്ലേ? ഇനി 3ൽ 27 അല്ലേ? 3ൽ എത്ര 3 ഉണ്ട്? 1. 27ൽ എത്ര 3 ഉണ്ട്? 9 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 9/1 × 1 അടിയിൽ 1 അല്ലേ? അപ്പോൾ 1 അല്ലേ? അപ്പോൾ 4 × 9 എത്രയാ? 4 × 9 എത്രയാ? 36 അല്ലേ? അപ്പോൾ 36/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 തന്നെ. അപ്പോൾ നമ്മൾക്ക് എന്താ 36 മീറ്റർ ആണ് അല്ലേ? അവിടെ മീറ്ററാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചതുരശ്ര മീറ്ററാണ് എന്ത്? 36 ചതുരശ്ര മീറ്ററാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. രണ്ടാമത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/3 മീറ്ററും 3/4 മീറ്ററും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 ഇപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, എന്ത്? നീളം ഇൻറ്റു വീതി അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി എഴുതുക. എന്നിട്ട് എന്താക്കുക? ചതുരത്തിൻ്റെ പരപ്പളവ് സമം എന്താണ്? 1/3 ഇൻറ്റു 3/4 അല്ലേ? അപ്പോൾ ഒന്ന് സാധാ ഭിന്നമാണ്, ഒന്ന് മിശ്ര ഭിന്നമാണ് അല്ലേ? മിശ്ര ഭിന്നത്തിനെ സാധാ ഭിന്നത്തിലേക്ക് ആക്കണം അല്ലേ? അപ്പോൾ ഇതിനെന്താക്കണം? ഈ സൈഡത്തും താഴത്തും ഇൻറ്റു ചെയ്യുക അല്ലേ? അപ്പോൾ 1 × 3 3 + 1 എത്രയാ? 4 അല്ലേ? 4/3 ഓക്കെ. ഇൻറ്റു ഇനി 3/4 അതേപോലെ തന്നെ എഴുതുക. ഇനി നമുക്കിത് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തിയൂടെ? 4ൽ എത്ര 4 ഉണ്ട്? 1 അല്ലേ? ഇതും ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക. ഓക്കെ. ഇനി ഇതും 3 അല്ലേ? അപ്പോൾ ഇവിടെ 1 അപ്പോൾ 1 × 1/1 × 1 അല്ലേ? അപ്പോൾ 1 × 1 പറഞ്ഞാൽ 1/1 × 1 പറഞ്ഞാൽ 1 അല്ലേ? ഇക്വൽട്ട് 1/1 പറഞ്ഞാൽ എത്രയാ? 1. അപ്പോൾ 1 മീറ്ററാണ് എന്ത്? ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വശങ്ങളുടെ എല്ലാം നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്താണ്? വശം ഇൻറ്റു വശമാണ് അല്ലേ? അല്ലെങ്കിൽ നീളം ഇൻറ്റു നീളമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ? അവിടെ നീളം 1.5 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു നീളം = 1.5 × 1.5 അല്ലേ? അപ്പോൾ 1.5 × 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതാ? 1.5 × 1.5 ഓക്കെ. 1.5 × 1.5 ദെൻ അപ്പോൾ 1.5 × 1.5 മിശ്ര ഭിന്നാണ് അല്ലേ? സാധാ ഭിന്നത്തിലേക്ക് ആക്കണം. അപ്പോൾ 1 × 2 2 2 + 1 എത്രയാണ്? 3 അല്ലേ? 3/2 ഇൻറ്റു ഇതും അങ്ങനെ തന്നെ അല്ലേ? 1 × 2 2 + 1 3/2 അല്ലേ? ഓക്കെ. ദെൻ അടുത്ത എന്താണ്? ഈ നമുക്ക് ഗുണിക്കുക അല്ലേ? മുകളിലത്തും ക്യാൻസൽ ആക്കാൻ പാടില്ല. മുകളിലും അടിയിലും ആണെങ്കിലും ക്യാൻസൽ ആക്കും. ഇവിടെ 3 ഇവിടെ 2 എന്താണ്? പോവില്ല അല്ലേ? അപ്പോൾ മുകളിലത്തും ക്യാൻസൽ ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മുകളിലത്തും ഗുണിക്കുക. അപ്പോൾ 3 × 3 എത്രയാ? 9/2 × 2 എത്രയാ? 4 ഓക്കെ. അപ്പോൾ 9/4. ഇനി ഇതിലെന്താക്കുക? നമുക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9/4 ചെയ്യുമ്പോൾ എത്ര കിട്ടുക നമുക്ക്? 2 4 8 അല്ലേ? ദെൻ 9 8 പോയാൽ എത്രയാ? 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതുക? ആദ്യം ഇത് എഴുതുക അല്ലേ? 2 എന്ന് പറഞ്ഞ് എഴുതുക. പിന്നെ എന്താണ്? നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ ശിഷ്ടം ഇവിടെ മുകളിൽ എഴുതുക. പിന്നെ ഈ സൈഡിൽ എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? അതുപോലെ അല്ലേ? അപ്പോൾ 2 ചതുരശ്ര മീറ്റർ ആയിരിക്കും എന്ത്? ഈ 1/3 മീറ്ററും 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ. 1.5 വശങ്ങളുടെ എല്ലാം നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 2 ചതുരശ്ര മീറ്റർ. ഓക്കെ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാ ഒരു സമചതുരം ഒരു സമചതുരം. ആ സമചതുരത്തിൻ്റെ എന്താണ്? ചുറ്റളവ് പറയുന്നത് 14 മീറ്ററാണ്. അപ്പോൾ ഇതും കൂടി കൂട്ടി എത്രയാണ്? 14 മീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എത്ര? 4 വശമുണ്ട്. 4 വശം തുല്യമായിരിക്കും അല്ലേ? അങ്ങനെ ആകുമ്പോൾ 14നെ 4നോട് ഡിവൈഡ് ചെയ്യണം. എന്നാൽ ഇത് കിട്ടും നമുക്ക് 1 വർഷം കിട്ടും അല്ലേ? അപ്പോൾ 14/4 ചെയ്യുക. അപ്പോൾ 14/4 ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? 14/4 ചെയ്ത് നോക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്യാം അവിടെ. അപ്പോൾ 14 ഹരിക്കണം 4 ചെയ്യാം.
4 കിട്ടിയ മനസ്സിലായല്ലോ അല്ലേ? എന്താണ് സമചതുരത്തിന് 4 വശമാണ് ഉള്ളത്. ഇതിന്റെ ചുറ്റളവ് പറയുമ്പോൾ 4 വശങ്ങളും കൂടി കൂട്ടിയതാണല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ചുറ്റളവിനെ 4 ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ എന്താണ് ഒരു വശത്തിന്റെ നീളം കിട്ടും. ഒരു വശത്തിന്റെ നീളം കിട്ടാൻ നമുക്ക് പരപ്പളവ് കണ്ടുകൂടെ? കണ്ടാല് ഒരു വശത്തിന്റെ നീളം കിട്ടിയാലേ നമുക്ക് പരപ്പളവ് കാണാം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്തിന്റെ നീളം കാണാനാണ് ചെയ്യുന്നത്. 14 ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പം ഇവിടെ 3 4 12. ഓക്കെ, 3 4 12. ഇനി 4ന്ന് 2 പോയാൽ എത്രയാണ്? 2. ഓക്കെ ഓക്കെ. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഈക്വൽ ടു 3 2/4 അല്ലേ? 2/4. ഇതിനെ നമുക്ക് എന്താക്കാൻ അറിയോ? 3 ഈ 2ലും 4നെയും ചെറുതാക്കാൻ പറ്റൂലേ? പകുതിയാക്കാം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം? 2നെ പകുതിയാക്കിയാൽ 1, 4നെ പകുതിയാക്കിയാൽ 2 അല്ലേ? അപ്പം 3.5 നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 3.5 കിട്ടി. ഇനി നമുക്ക് എന്താണ് പരപ്പളവ് കാണാം. അപ്പോൾ ചതുരത്തിൻ്റെ എന്താണ് സമചതുരത്തിൻ്റെ പരപ്പളവ് സമം എന്താ? വർഷം ഇൻറ്റു വർഷം അല്ലേ? അപ്പോൾ 3.5 × 3.5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് സമചതുരത്തിൻ്റെ പരപ്പളവ് സമം 3.5 × 3.5. ഓക്കെ, 3.5 × 3.5. ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക്? ഈ സൈഡ് എന്ത് മിശ്ര ഭിന്നത്തിനാണല്ലോ, സാധാ ഭിന്നത്തിലേക്ക് ആക്കണം അല്ലേ? അപ്പോൾ സൈഡത്തും അടിയത്തും കൂടി ഇൻറ്റു ചെയ്യുക അല്ലേ? എന്നിട്ട് മുകളിൽ പ്ലസ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഇത് ബൈ അടിയത്ത് എഴുതുക അല്ലേ? അപ്പോൾ 3 × 2 6. 6നോട് 1 കൂട്ടിയാൽ 7. 7/2. ഓക്കെ, ഇൻറ്റു ഇതും അങ്ങനെ തന്നെ അല്ലേ? 3 × 2 6. 6നോട് 1 കൂട്ടിയാൽ 7. 7/2. ഓക്കെ, ഇനി 7 × 7 എത്രയാണ്? 49 അല്ലേ? അപ്പോൾ 49/2 × 2 എത്രയാ? 4. ഓക്കെ, 49 എത്രയാണ്? 49/4 അല്ലേ? ഇനി നമുക്ക് 49/4 എന്താക്കണം? നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 49/4 അല്ലായിരുന്നു? 49/4 ആയിരുന്നു അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് 49 ഹരിക്കണം 4 ചെയ്യാം. അപ്പോൾ 4 എത്ര 4 ഉണ്ട്? 1 അല്ലേ? 1. അപ്പോൾ ഒരു 4 4 അല്ലേ? അപ്പോൾ 4 4 പോയാൽ 0. പിന്നെ 9 ഇറക്കി എഴുതുക. ഇനി 9 എത്ര 4 ഉണ്ട്? 2 അല്ലേ? 2 4 8. ഇനി 9ന്ന് 8 പോയാൽ 1. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 12 പിന്നെ 1/4 അല്ലേ? 12 മുകളിൽ എഴുതിയ സംഖ്യ ഇവിടെ എഴുതുക. പിന്നെ നടുക്കൊരു വര ഇറക്കിയ പിന്നെ ശിഷ്ടാണ് ഇവിടെ മുകളിൽ എഴുതുന്നുണ്ട്. പിന്നെ ഈ സൈഡത്താണ് അടിയിൽ എഴുതുന്നുണ്ട് അല്ലേ? അപ്പോൾ 12.4 ചതുരശ്ര മീറ്റർ ആയിരിക്കും എന്ത്? 14 മീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.